ബ്രോ നമ്മളെ മലയാളീസ് ഒരു ഹോളിഡേക്ക് വന്നിട്ടുണ്ടെന്ന് എങ്ങനെയാ തിരിച്ചറിയുക? മലയാളീസ് ഹോളിഡേക്ക് വന്ന് എങ്ങനെയാ തിരിച്ചറിയുക? ഒരു സാധനമുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ എവിടെയാണ്? അത് പറ ബ്രോ. നമ്മള് ലണ്ടനിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് പോകാൻ 2.5 മണിക്കൂർ, ഫാസ്റ്റസ്റ്റ് ട്രെയിനിലാണെങ്കിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ 2 മണിക്കൂർ. ഇത്രയും സമയം മതി അതിമനോഹരമായ വൈറ്റ് ക്ലിഫ് ഓഫ് ഡോവർ എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ. ഇവിടുത്തെ കുന്നുകളൊക്കെ ചോക്കുകൾ കൊണ്ട് ഉണ്ടായതാണ്. നമ്മൾ ബോർഡിലൊക്കെ എഴുതുന്ന ചോക്ക് പോലെ ഇരിക്കും ഇവിടുത്തെ കുന്നുകളൊക്കെ കാണാനായിട്ട്. മെയ് മാസമാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയം. കാരണം ഈ സമയത്താണ് ഇവിടെ വൈൽഡ് ഫ്ലവേഴ്സൊക്കെ ബ്ലൂം ചെയ്യുന്നത്. ഡോവർ കാസിൽ ഉൾപ്പെടെ പല അട്രാക്ഷൻസ് ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് സൗത്ത് ഫോർലൻഡ് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ആ ലൈറ്റ് ഹൗസിലേക്കാണ്. കാറ് പാർക്ക് ചെയ്ത് ഏകദേശം 4 മൈലോളം നടന്നു കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് ഫോർലൻഡ് ലൈറ്റ് ഹൗസിലെത്തും. ഈ പോകുന്ന വഴി കിടിലമാണ്. 2 സൈഡിലും അതിമനോഹരമായ പച്ചപ്പും അതോടൊപ്പം മേയുന്ന പശുക്കളും അകലെ കാണുന്ന ചോക്കുകൊണ്ടുണ്ടാക്കിയ മൗണ്ടനും താഴേക്ക് നോക്കുമ്പോഴുള്ള സീയും ഒക്കെ കൂടി ഒരു കിടിലൻ ആംബിയൻസ്. ലൈറ്റ് ഹൗസ് നമുക്ക് വിസിറ്റ് ചെയ്യാം. അഡൽറ്റിനാണെങ്കിൽ 6 പൗണ്ടേ ഉള്ളൂ, കുട്ടികൾക്ക് 3 പൗണ്ടും, ഫാമിലിക്കാണെങ്കിൽ 15 പൗണ്ടും. പക്ഷേ ഞങ്ങൾ അതിനകത്ത് കയറിയില്ല, കാരണം സമയക്കുറവുണ്ടായിരുന്നു. പിന്നെ ബ്രിട്ടനിലെ വെതർ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് നല്ല വെയിലൊക്കെ ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് മഴ പെയ്ത് കളയും. അതുകൊണ്ട് റെയിൻ കോട്ടും നല്ല ഷൂവും ഒക്കെ ഇട്ടിട്ട് പോവാം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഫ്രഞ്ച് കോസ്റ്റിലാണ്, അതായത് ഫ്രാൻസിൻ്റെ ബോർഡറിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്തുമ്പോൾ ഈ ടൈമുകൾ ചെറുതായിട്ടൊന്ന് മാറുന്ന കാണും. അപ്പോൾ നമ്മളായിരിക്കും നമ്മൾ ഇംഗ്ലണ്ടിലാണ്, പക്ഷേ ഫ്രാൻസിൻ്റെ ടൈം കാണിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഇത് ഈ ബോർഡറിലായതുകൊണ്ടാണ്. പിന്നെ ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത, നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൊബൈലിന് റേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷനും വരുന്നില്ല, ഒരു പ്രശ്നമില്ല. നമ്മൾ വളരെ റിലാക്സ്ഡ് ആണ്. തീർച്ചയായിട്ടും ഫാമിലിക്കും കപ്പിൾസിനും ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ 1 ഡേ ട്രിപ്പാണ്. അപ്പം എൻജോയ് ചെയ്യുക. മാത്രമല്ല ഇതൊരു മെഡിറ്റേഷൻ കൂടെയാണ്, പ്രകൃതിയുമായി വളരെ അടുത്തറിയുന്ന നിമിഷങ്ങൾ. അപ്പോൾ എല്ലാവരും പോയിട്ട് ഫോട്ടോസും കമൻറ്റും ഒക്കെ ഇടുക. ഇവിടെ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും ഇടുക.